ഗുഡ് മോർണിംഗ്. ഇന്ന് രാവിലെ തന്നെ ഗാർഡനിലേക്കൊന്ന് ഇറങ്ങിയാലോ എന്ന് വിചാരിച്ചേ. അപ്പോഴിതാ നല്ല വെയിൽ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇന്നലെ രാത്രി നല്ല മഴയായിരുന്നെങ്കിലും രാവിലെ ആയപ്പോഴത്തേക്ക് നല്ല വെയിലായി. രാത്രിയുടെ മഴയിൽ ചെടികളും മരങ്ങളൊക്കെ നല്ല എനർജി ആയിട്ട് നിൽക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു മഴ പെയ്ത് തോർന്നാൽ ഇവരെയൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. നമ്മുടെ മുല്ലപ്പൂ ഇങ്ങനെ സ്മെല്ലിങ്ങനെ വന്നിട്ട് അങ്ങോട്ട് പോയി നോക്കിയതായിരുന്നേ. അപ്പോൾ ഒരുപാട് പൂക്കളൊക്കെ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് തൊട്ട് തലോടി ഇങ്ങനെ നിന്നു. അപ്പോൾ നമ്മളെ മണി പ്ലാന്റ് ഒക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ ഇതാ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചെതറി കിടക്കുകയാണ്. ഇതിന് ഞാൻ വളരാൻ വേണ്ടിയിട്ട് ഒരു ട്യൂബ് എടുത്തിട്ട് അതിൽ കയറൊക്കെ പിരിച്ചിട്ട് അങ്ങനെയൊക്കെ റെഡിയാക്കി കൊടുത്തിട്ടുണ്ട്. എന്നാലും അവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നിൽക്കുകയാണ്. വെട്ടിക്കൊടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. പക്ഷേ ഇതിങ്ങനെ നല്ല ഭംഗിയുണ്ട്. പാമ്പൊക്കെ കടന്നു കൂടും. ഇപ്പം മഴയൊക്കെ അല്ലേ, അതുകൊണ്ട് വെട്ടി റെഡിയാക്കുന്നതാണ് നന്നാവുക. പിന്നെ കുറച്ച് പൂക്കൾ ഉണ്ടാവാത്ത കുറച്ച് ചെടികളുണ്ട്. പൂക്കൾ ഉണ്ടായിട്ടില്ലെങ്കിൽ ഇവരെയും കാണുമ്പോൾ നല്ല ഭംഗിയാണ്. ഈ ഒരു മണി പ്ലാന്റിനെ പോലെ തന്നെയുള്ളൊരു ചെടിയാണിത്. മണി പ്ലാന്റിനേക്കാളും കുറച്ചുകൂടി ഒരു ഭംഗി എനിക്ക് അതാണ് തോന്നിയത്. പൂക്കളുള്ള ചെടികളായാലും പൂക്കളില്ലാത്ത ചെടികളായാലും ഇവരൊക്കെ ഒപ്പം ഇങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് തന്നെ മനസ്സിനൊരു പോസിറ്റീവ് എനർജി കിട്ടുന്ന പോലെയാണ് തോന്നുക. അതിപ്പോൾ ചെടി മാത്രമൊന്നുമല്ല, എന്ത് നമ്മൾ മനസ്സറിഞ്ഞ് കുഴിച്ചിടുകയാണെങ്കിലും അതങ്ങനെ തന്നെയാണ്. നമ്മളിപ്പോൾ കൃഷിയാണെങ്കിലും ചെടിയാണെങ്കിലും ഇനി മറ്റെന്തെങ്കിലും ആണെങ്കിൽ പോലും നമുക്കതൊക്കെ ഉണ്ടായി കാണുമ്പോഴോ ആ ഒരു മനസ്സുഖം അത് വേറെ തന്നെയാണ്. അത് ഇതിലേക്കൊക്കെ നമ്മളൊന്ന് ഇറങ്ങി കഴിഞ്ഞാലേ അതിൻ്റെ ഒരു സുഖം നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പം മഴ പെയ്തതിൻ്റെ ആ ഒരു എനർജിയും ആ ഒരു ഭംഗിയൊക്കെ പൂക്കളിലും ചെടികളിലും ഒക്കെ നല്ലോണം കാണാനുണ്ട്. അതൊക്കെ കണ്ടപ്പോൾ എൻ്റെ മനസ്സ് നിറഞ്ഞു കേട്ടോ. അപ്പോൾ ഇതൊക്കെയായിരുന്നു എൻ്റെ ഇന്നത്തെ മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും ഹാവ് എ നൈസ് ഡേ. ബൈ.